വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കി. തുറന്നേരം എങ്ങനെയാ കാണിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി വാട്സപ്പ് ഹാസ് സ്റ്റോപ്പ്ഡ് ഓക്കെ എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കോള് ചെയ്യാൻ വിചാരിച്ചിട്ട് കോള് ചെയ്യാൻ നോക്കുന്നേരം അതുപോലെ തന്നെ ഏത് തുറക്കുന്നേരവും പ്രധാനപ്പെട്ട ഏത് തുറക്കുന്നേരവും മെസ്സേജ് അയക്കാൻ നോക്കുന്നേരവും അങ്ങനെ. സംഭവം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പ് ലോക്കാട്ടോ. പല സൈസ് ആപ്പ് ലോക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തുറക്കുന്ന നേരം അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ്ഡ് എന്ന് കാണിക്കും. ഇവിടെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ടാവും. ചില ബിരുദന്മാർ എന്ത് ചെയ്യും, ഈ ഓക്കെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് നോക്കും ഇത് തുറക്കുമെന്ന്. ചില ആപ്പ് ലോക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, പക്ഷേ ഇല്ല. നമുക്കെന്ത് ചെയ്യാം, ഇതൊന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് നോക്കാം. അന്നേരം ഒരു പാസ്വേഡ് വന്ന് അത് കൊടുക്കുന്ന നേരം ഓപ്പണായി. ഇതെങ്ങനെ ഈ ലോക്ക് സെറ്റ് ചെയ്യുക, അതാണ് വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് ആപ്പ് ലോക്ക് പ്രോ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. ഇവിടെ ആദ്യം നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് നമുക്ക് പിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാറ്റേൺ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഞാനിവിടെ പാസ്വേഡാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു പാസ്വേഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം. 1 2 3 4 5 6 ഒരു 6 അക്കം പാസ്വേഡ് കൊടുത്ത്, അത് 4 അക്കം വേണമെങ്കിൽ കൊടുക്കാം, 6 അക്കം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുത്തിട്ട് അതേ പാസ്വേഡ് ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസറും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആൻസറും ഞാൻ കൊടുത്ത് അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്ന നേരം 2 പെർമിഷൻ ചോദിക്കും. 2 പെർമിഷനും അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷനൊക്കെ കൊടുത്താൽ നമുക്ക് വീണ്ടും പാസ്വേഡ് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിനുശേഷം ഇവിടെ എങ്ങനെ വരിക, അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ, ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ. ഈ അൺലോക്ക്ഡിലുള്ള ആപ്ലിക്കേഷനൊന്നും ലോക്ക് ചെയ്യാത്തതാണ്. ഈ ലോക്ക്ഡിൽ ഉണ്ടാവും കുറേ പ്രധാനപ്പെട്ടതൊക്കെ, അതൊക്കെ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനാണ്. ഇതിലിപ്പം നമുക്ക് ഏതെങ്കിലും ലോക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ആ ലോക്കുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് അൺലോക്കിലേക്ക് മാറും. അതുപോലെ അൺലോക്കിലുള്ള ഏതെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ലോക്കുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് ലോക്ക്ഡ് സെക്ഷനിലേക്ക് മാറും. നമ്മളിപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഇതിൽ ലോക്ക്ഡ് ആണ്, പ്രധാനപ്പെട്ടതൊക്കെ ഇതിൽ ലോക്ക്ഡ് ആണ്. ഇനി ഇതിൽ ചെയ്യേണ്ടത് പ്രിഫറൻസ് എന്നുള്ള ഈ മേലത്തെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോവുക. ഇവിടെ ഫേക്ക് എറർ മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഓണാക്കുക. ഓണാക്കുന്നേരം ഇവിടെ വേറൊരു ഓപ്ഷൻ വരും, വെൻ ലോങ് പ്രസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്വൈപ്പ് റൈറ്റ്, സ്വൈപ്പ് ഡൗൺ, സ്വൈപ്പ് ലെഫ്റ്റ്, സ്വൈപ്പ് അപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ സ്വൈപ്പ് അപ്പ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. അവിടെ സേവ് കൊടുക്കുക. കഴിഞ്ഞ് ഇനി നമ്മൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഏതൊക്കെയാണോ ലോക്ക് ചെയ്ത് അതൊക്കെ തുറക്കുന്നേരം ഇങ്ങനെയുള്ള മെസ്സേജാണ് കാണിക്കും. ഇതിന് നമ്മൾ കൊടുത്തത് സ്വൈപ്പ് അപ്പാണ്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, ഇവിടെ പാസ്വേഡ് വരും. നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പം ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. അടിപൊളിയല്ലേ, സൂപ്പർ ആപ്പ് ലോക്കല്ലേ. എങ്ങനെയുണ്ട്? ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.